ഹും, എന്ത് തേങ്ങയാണോ താൻ പറയുന്നത്? തേങ്ങ കൊല കൈവച്ചിരുന്നാൽ മതി. ഇത് നാട്ടുമ്പുറത്ത് ഒരു ഡയലോഗാണ്. എത്രയോ കാലമായിട്ട് നമ്മൾ തേങ്ങയെ, നാളികേരത്തെ ഒത്തിരി പരിഹസിച്ചു. അതിൻ്റെ ഫലം ഇപ്പോൾ അനുഭവിക്കുകയാണ്. ഇപ്പം തേങ്ങയുണ്ടോ? എവിടെ ഉണ്ടോ തേങ്ങ? തേങ്ങയില്ല. തേങ്ങ എവിടുന്ന് വരണം? തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും വരണം. ഒരു കരിക്ക് കുടിക്കണമെങ്കിൽ തമിഴ്നാട്ടിൽ തമിഴൻ വെക്കുന്ന തെങ്ങിലെ കരിക്ക് ഇവിടെ കൊണ്ടുവരണം. അരയ്ക്കാനൊരു തേങ്ങ, പച്ചത്തേങ്ങ വേണമെങ്കിൽ അതും തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും വരണം. തേങ്ങയ്ക്ക് ഇപ്പം എന്താ വില? എന്ത് തേങ്ങാക്കൊലയാണോ താൻ പറയുന്നത്? ഇനിയിപ്പോൾ പറയാൻ നമുക്ക് ധൈര്യമുണ്ടോ മലയാളിക്ക്? ഇത് മലയാളി സ്വയം വരുത്തി വെച്ച വിനയാണ്. സ്വയം ശപിക്കുക എന്നല്ലാണ്ട് വേറെ മാർഗവുമില്ല. തേങ്ങയ്ക്ക് കിലോവിന് ഇപ്പോൾ ഹോൾസെയിൽ വിൽപ്പന തന്നെ കിലോവിന് 60 രൂപയ്ക്ക് മുകളിലാണ്. 2 തേങ്ങ വെച്ചാൽ തന്നെ 1.5 കിലോയ്ക്ക് മുകളിൽ പോകും. 2 വലിയ തേങ്ങ അല്ലെ മീഡിയം സൈസ് വെച്ചാൽ തന്നെ 1.5 കിലോയ്ക്ക് മുകളിൽ പോകും. അപ്പോൾ എത്രയായി? 2 തേങ്ങയ്ക്ക് തന്നെ 150 രൂപ വില കിട്ടും. അപ്പോൾ വീട്ടിലൊരു 100 തേങ്ങയുണ്ടെങ്കിൽ, ഒരു 10 തേങ്ങയുണ്ടെങ്കിൽ കൊണ്ട് മാർക്കറ്റിൽ കൊടുത്താൽ എത്ര കാശ് ഇപ്പം മലയാളിക്ക് കിട്ടുമായിരുന്നു? ഗോപി വരച്ചുകൊണ്ടിരുന്നാൽ മതി, തേങ്ങ കൊലയും കൊണ്ട് ഇനി ഇരുന്നാൽ മതി. തേങ്ങ മറ്റൊരു കൊണ്ടുപോയി, ആരും കർണാടകയും തമിഴ്നാടും കൊണ്ടുപോയി തേങ്ങ കൊല കൈ പിടിച്ചുകൊണ്ടിരിക്കുക. അത്ര ഇനി മലയാളിക്ക് പറയാനുള്ളൂ. ഇതിന് ഉത്തരവാദി ആരാണ്? കേര കർഷകരെ. കേരം തിങ്ങും നാട് കേരളം. കേരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെങ്ങ് തിങ്ങി വളരുന്ന നാട് കേരളമായി. അതാണ് കേരളം എന്നാണല്ലോ പറയുന്നത്. ഇന്നിപ്പോ കേരം തിങ്ങി വാഴുന്ന നാട് കേരളമല്ല, തൊട്ടയൽപക്കത്ത് തമിഴ്നാടും കർണാടകവുമാണ്. യാഥാർത്ഥ്യങ്ങൾ നമ്മൾ തിരിച്ചറിയാൻ ഒത്തിരി വൈകിപ്പോയി. ഉത്തരവാദികൾ ഇവിടുത്തെ നാളികേര കർഷകർ മാത്രമല്ല, അവർ ഉത്തരവാദികളാണ്. കാരണം തെങ്ങ് കൃഷി ലാഭകരമല്ലാത്ത ഒരു കാർഷിക സംവിധാനമായിട്ട് അധപ്പതിച്ചപ്പോൾ പലരും തെങ്ങും പാടം നികത്തി റബ്ബർ വെച്ചു. റബ്ബറിന് വില കുറഞ്ഞപ്പോൾ റബ്ബർ വെട്ടിയിട്ട് വേറെ വിള വെച്ചു. ഇപ്പം റബ്ബറിന് വീണ്ടും വില കൂടിയപ്പോൾ വീണ്ടും റബ്ബറിലേക്ക് വരുന്നു. പക്ഷെ തേങ്ങയ്ക്ക് ഇങ്ങനെ ഒരു ഭാഗ്യം വരുമെന്ന് ഒരിക്കലും മലയാളി കരുതിയില്ല. ഇപ്പം തേങ്ങയ്ക്ക് വാനോളം വില ഉയർന്നപ്പോൾ മലയാളിക്കൊരു ഷൂവും കിട്ടാനില്ല, ഒരു ചുക്കും കിട്ടാനില്ല. നേട്ടമൊക്കെ തമിഴ്നാടിനും കർണാടകത്തിനും കണ്ടുപഠിക്കുക. അപ്പൊ ഇവിടെ 1-ാം പ്രതി നാളികേര കർഷകരാണെങ്കിൽ 2-ാം പ്രതി ഇവിടെ ഒരു കൃഷി വകുപ്പുണ്ട്. മാറി മാറി ഭരിച്ച സർക്കാരുകൾ, UDF ആയാലും LDF ആയാലും, ഈ കാർഷിക സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലായ നാളികേര കൃഷിയെ പ്രോത്സാഹിപ്പിച്ച് അതിൽ കർഷകരെ പിടിച്ചു നിർത്താൻ മാറി മാറി ഭരിച്ച സർക്കാരുകളുടെ കൃഷി വകുപ്പ് എന്ത് ചെയ്തു? ഈ കൃഷി വകുപ്പ് ആദ്യം പിരിച്ചുവിടുകയാണ് വേണ്ടത്. ഒരു ഉദ്യോഗസ്ഥ സംവിധാനമാണത്, അത് പിരിച്ചുവിടണം. ജനകീയ സംവിധാനമായിട്ട് കൃഷി വകുപ്പിനെ മാറ്റാൻ ഒരു നല്ല മന്ത്രി ഉണ്ടായാൽ അതിൻ്റെ നേട്ടം കേരളത്തിന് ഉണ്ടാകുമായിരുന്നു. ഇവിടെ ഏതെങ്കിലും നല്ല കൃഷിമന്ത്രി ഉണ്ടായിട്ടുണ്ട്? വെറും പബ്ലിസിറ്റിക്ക് വേണ്ടി കുറെ പദ്ധതികൾ പ്രഖ്യാപിക്കും. കർഷകന് അത് കൊടുക്കുന്നു, ഇത് കൊടുക്കുന്നു, മറ്റേ കൊടുക്കുന്നു, മറിച്ച് കൊടുക്കുന്നു. കർഷകനിലേക്ക് എന്തെത്തുന്നു? ഇവിടെ തെങ്ങ് കൃഷിയെ പ്രോത്സാഹിപ്പിക്കാൻ കള്ളു വ്യവസായമുണ്ട്. കള്ളു വ്യവസായത്തിൽ ഇപ്പൊ തെങ്ങ് കൃഷി, തെങ്ങിന്ന് കള്ളി എത്തി വിറ്റിട്ട് ലാഭം ഉണ്ടാക്കാൻ പറ്റുമോ? കൾഷാപ്പ് നടത്താൻ പറ്റുമോ? തലതിരിഞ്ഞ ചിന്തകൾ. ഒരു കർഷകന്റെ പറമ്പിലെ 10 തെങ്ങുണ്ടെങ്കിൽ 10 തെങ്ങ് കള്ള് ചെത്തി അവന് തന്നെ ആ കള്ള് വിറ്റിട്ട് അതിന്റെ വരുമാനം അവന് കിട്ടുമെങ്കിൽ അവനതിന് തയ്യാറാവും. ഗോവയിലെ പൈതൃക മദ്യമായിട്ട് ഫെനിയെ, കശുമാവിന്റെ പഴത്തിൽ നിന്നെടുക്കുന്ന ഫെനിയെ ഗോവ പൈതൃക മദ്യമായിട്ട് പ്രഖ്യാപിച്ചിട്ട് എത്രയോ കാലമായി. അവിടെ ഓരോ കർഷകന്റെയും വീട്ടിൽ കശുമാവിൽ നിന്നും അവരുടെ വീടുകളിൽ ഫെനി ഉണ്ടാക്കി, കശുമാവിൽ നിന്നുള്ള മദ്യം ഉണ്ടാക്കിയിട്ട് അത് സർക്കാർ ഏറ്റെടുത്തിട്ട് ഗോവയിൽ പോയി നോക്കുക. കർഷകന് ജീവിത മാർഗമതിയിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതവർ ഫെനി അവരുടെ പൈതൃക മദ്യമായിട്ട് ഗോവ സംസ്ഥാനം വിൽക്കുന്നു, കാശുണ്ടാക്കുന്നു. ശ്രീലങ്ക അവരുടെ പൈതൃക കള്ള് വിൽക്കുന്നു. നീരയ്ക്ക് പകരമായിട്ട് ബദലായിട്ട് അവർ ബോട്ടിൽഡ് കള്ള് പ്രോസസ്സ് ചെയ്തത്, അതുപോലെ മറ്റ് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നാളികേര അല്ലെ തേങ്ങയിൽ നിന്ന് ഉണ്ടാക്കുന്നത്. എത്രയോ നേട്ടങ്ങൾ കർഷകർക്ക് ഈ ഗോവയിലും അല്ലെ കർണാടകയിലും തമിഴ്നാട്ടിലും ശ്രീലങ്കയിലും ഒക്കെ കിട്ടുമ്പോൾ എന്താ കേരളത്തിൽ ഇത് നടക്കുന്നില്ല? അതിന് ഇച്ഛാശക്തിയുള്ള ഭരണകർത്താക്കൾ വേണം.
കൃഷി വകുപ്പ് വേണം, കർഷകരെ ഇതിനകത്ത് പിടിച്ചു നിർത്താൻ കഴിയണം. ഇതൊന്നുമില്ല. ഇപ്പോൾ ഒരു തേങ്ങയില്ല, തേങ്ങ കൊല മാത്രമേ ഇപ്പം ബാക്കി കേരളത്തിൻ്റെ കയ്യിലുള്ളൂ. തേങ്ങ തമിഴ്നാടും കർണാടകവും കൊണ്ടുപോയി. ഇനി അതിലേക്ക് വരാം. ഇപ്പോൾ ഈ പിന്നെ മലയാളത്തിൽ ചൊല്ലുണ്ട്, ആലുങ്ക പഴുക്കുമ്പം കാക്കയുടെ വായി പുണ്ണെന്ന് പറയും. ഏതാണ്ട് അതാണ് ഇപ്പോൾ കേരളത്തിലെ നാളികേരത്തിൻ്റെ അവസ്ഥ, തേങ്ങയുടെ അവസ്ഥ. തേങ്ങ ഉൽപാദനത്തിൽ, നാളികേര ഉൽപാദനത്തിൽ കേരളം എത്രയോ ദശാബ്ദങ്ങളായിട്ട് ഒന്നാം സ്ഥാനത്തായിരുന്നു. കേരത്തിൻ്റെ നാട് കേരളം ഒന്നാം സ്ഥാനത്തായിരുന്നു. പക്ഷെ ഇപ്പം ആരാ ഒന്നാം സ്ഥാനത്ത്? നമ്മുടെ പ്രേക്ഷകർ ഊഹിക്കും തമിഴ്നാടാണെന്ന്. തമിഴ്നാടിനെയും മറികടന്ന് കർണാടക ഒന്നാം സ്ഥാനത്തായി തേങ്ങ ഉൽപാദനത്തിൽ. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ കണക്കുകൾ പറയുന്നു, 726 കോടി തേങ്ങയാണ് കർണാടകയുടെ കഴിഞ്ഞ വർഷത്തെ ഉൽപാദനം ഡിസംബർ വരെ. തമിഴ്നാട് 578 കോടി തേങ്ങ. കേരളമോ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളിയിട്ട് 564.7 കോടി തേങ്ങയെ ഇവിടെ ഉണ്ടായുള്ളൂ. അപ്പൊ തേങ്ങയ്ക്ക് വില കിലോവിന് ഹോൾസെയില് 60-ന് മുകളിലും റീറ്റെയില് 65-70 എത്തുമ്പോൾ നേട്ടം ആര് കൊണ്ടുപോകുന്നു? അയൽ സംസ്ഥാനങ്ങളായ തമിഴ്നാടും കർണാടകയും. കൃഷിയും നമ്മുടെ കുറഞ്ഞു. ഏക്കർ കണക്ക്, ഹെക്ടർ കണക്ക് നോക്കിയാൽ കൃഷി തന്നെ ഇപ്പോൾ 300 കോടി തേങ്ങയുടെ നഷ്ടമാണ് കൃഷിഭൂമി കുറഞ്ഞതിലൂടെ ഉണ്ടായത്. ഈ കഴിഞ്ഞ 5-6 വർഷമായിട്ട് കേരളത്തിൽ 300 കോടി തേങ്ങയുടെ ഉൽപാദനം കുറഞ്ഞു. കൃഷി 7.59 ലക്ഷം ഹെക്ടറിലേക്ക് ചുരുങ്ങി. തെങ്ങ് കൃഷി കഴിഞ്ഞ 5-6 വർഷം കൊണ്ട് 48,000 ഹെക്ടറിലെ കൃഷിഭൂമി ഇല്ലാണ്ടായി. തെങ്ങ് കൃഷി കുറഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് ഉൽപാദനത്തിലും നമ്മൾ കർണാടകത്തിനും തമിഴ്നാടിനും പിന്നിൽ മൂന്നാം സ്ഥാനത്തേക്ക് കൂപ്പുകുത്തി വീണത്. അപ്പൊ തേങ്ങയ്ക്ക് വില കൂടിയിട്ട് കേരളത്തിന് എന്ത് നേട്ടമെന്ന്, കേരളത്തിലെ കർഷകർക്ക് എന്ത് നേട്ടമെന്ന് ആലോചിക്കുക. തമിഴ്നാട്ടിൽ കോയമ്പത്തൂർ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ തെങ്ങ് കൃഷിയുള്ളത്. നാളികേര കൃഷിക്ക് വലിയ പിന്തുണയാണ് സർക്കാർ, അവിടുത്തെ ഗവൺമെന്റ്, തമിഴ്നാട് ഗവൺമെന്റ് കൊടുക്കുന്നത്. ബസ്സിലോ ട്രെയിനിലോ ഒക്കെ തമിഴ്നാട്ടിലേക്ക് യാത്ര ചെയ്താൽ, ചെന്നൈയിലേക്ക് പോയാൽ, പണ്ടൊക്കെ തരിശുപാടങ്ങൾ ഇങ്ങനെ 2 സൈഡിലും റോഡിന്റെ, ദേശീയപാതയുടെയും റെയിൽവേ ലൈനിന്റെയൊക്കെ സൈഡ് നമ്മൾ കാണുന്നുണ്ടായിരുന്നു. ഇന്നൊക്കെ പോയി നോക്കുമ്പോൾ അതെല്ലാം പലതും തെങ്ങിൻ പാടങ്ങളും പിന്നെ ഇവിടെ കാറ്റാടിപ്പാടങ്ങളുമായിട്ട് മാറിയിരിക്കുന്നു. അതാണ് തമിഴ്നാടിനെ കണ്ടു പഠിക്കണം. തമിഴ്നാടിൻ്റെ ഈ പാഠം കണ്ടിട്ടാണ് കർണാടക അതിനെ അനുകരിച്ചിട്ട് കർണാടകം തമിഴ്നാടിനെ വെട്ടിയിട്ട് 1-ാം സ്ഥാനത്ത് തേങ്ങ ഉൽപാദനത്തിൽ എത്തിയെന്ന് പറയുന്നത് ചെറിയ കാര്യമാണോ സമീപകാലത്ത്? നമ്മൾ തമിഴ്നാടിനെയും കർണാടകയും കുറ്റം പറഞ്ഞുകൊണ്ട് വിട്ടിരിക്കും നമ്മളും നമ്മുടെ സർക്കാരും. ഇവിടെ എന്ത് ചെയ്യുന്നു? നീര ആരാ തുടങ്ങിയത്? 2014 ഉമ്മൻചാണ്ടി സർക്കാർ കൊണ്ടുവന്ന വിപ്ലവ പദ്ധതിയാണ് നീര. ഇപ്പം നീരയുടെ അവസ്ഥ എന്താ? നീരയിൽ ചാടിയവനെല്ലാം നീർക്കയത്തിൽ പെട്ടിട്ട് കടക്കണിയിലും ഒക്കെ ആയിരിക്കുകയാണ്. നീരയെ പറ്റി ഇപ്പൊ കേൾക്കാറുണ്ടോ? നീര എന്തോ സാധിച്ചു ഇവിടെ. നീര കൊണ്ട് വലിയ വിപ്ലവം ഉണ്ടാക്കുമെന്ന് പറഞ്ഞിട്ട് ഉമ്മൻചാണ്ടി സർക്കാർ 2014 കൊണ്ടുവന്നു. പിന്നീട് ഇടതുപക്ഷ സർക്കാർ അത് ഏറ്റെടുത്തു, LDF. എന്നിട്ട് എവിടെ എത്തി? ഈ നീരയെ പ്രോത്സാഹിപ്പിക്കാൻ കൃഷി വകുപ്പ് എന്ത് ചെയ്തു? ഈ കർഷകർ എന്തുകൊണ്ട് കടക്കണിയിലായി? നീരയുടെ കണക്ക് പറയാം. കള്ളു വ്യവസായത്തിന്റെ ഗതികേട് വേറെ. കള്ള് വിൽപ്പന നടത്താൻ പറ്റുമോ ലാഭകരമായിട്ട്? കള്ള് ഷാപ്പില് മുഴുവൻ വ്യാജക്കള്ളായിട്ട് വന്ന എന്തുകൊണ്ടാണ്? നിയമങ്ങൾ മാറ്റണം, കർഷകന് ഗുണമുണ്ടാവണം. ഒരു കർഷകന്റെ വീട്ടിലെ പുരയിടത്തില് 10 തെങ്ങുണ്ടെങ്കിൽ 5 തെങ്ങുണ്ടെങ്കിൽ ആ തെങ്ങ് ചെത്തിയോ ചെത്താതെ വളർന്ന് തേങ്ങയോ നാളികേരമാക്കിയോ അല്ലെ ചെത്തി കള്ളെടുത്തോ അവന് സ്വയം തേങ്ങ വിൽക്കുന്ന പോലെ കള്ളും വിൽക്കാൻ സാധിച്ചാലേ അവന് അതിന്റെ നേട്ടമുണ്ടാകും. ഗോവയിലും ഒക്കെ കാണുന്നത് പോലെ പൈതൃക മദ്യം, ഗോവയിലെ ഫെനി, കശുമാവിന്റെ ഫെനി പൈതൃക മദ്യമായിട്ട് അവര് വീടുകളിൽ തന്നെ ഉൽപ്പാദിപ്പിച്ച് വെക്കുന്നു. വീടുകളിൽ നിന്ന് സർക്കാർ കളക്ട് ചെയ്തിട്ട് അത് പിന്നെ പൈതൃക മദ്യമായിട്ട് അവർ ലേബൽ ചെയ്ത് വിൽക്കുന്നു. അതിന്റെ നേട്ടം കശുമാവ് കർഷകർക്ക് കിട്ടുന്നു. അതേപോലെ ശ്രീലങ്ക ചെയ്യുന്ന പരിപാടികൾ, കാര്യങ്ങൾ ഇതൊക്കെ കണ്ടുപിടിച്ചിട്ട് ഇവിടെങ്കിലും ചെയ്യാൻ സ്വന്തം നാട്ടിലെ കേരങ്ങളുടെ തെങ്ങുകളുടെ സ്വന്തം നാട്ടില് കേരളത്തിൽ ഇത് ചെയ്തുകൂടായിരുന്നോ? എന്നിട്ട് നീരയാക്കിയിട്ട് ഇപ്പൊ എന്താ സംഭവിച്ചത്? അതിന്റെ കണക്കൂടി പറഞ്ഞിട്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം. 2014 ഉമ്മൻചാണ്ടി സർക്കാർ കൊണ്ടുവന്ന വിപ്ലവ പദ്ധതി അന്ന് രൂപീകരിച്ചത്, അന്നും പിന്നീട് വന്ന LDF സർക്കാർ ഉൾപ്പെടെ
നീര ഉൽപാദനം, വിപണനം, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഏത് തെങ്ങിൻ്റെ നീരിൽ നിന്നും 12 കമ്പനികൾ രൂപീകരിച്ചു, 260 ഫെഡറേഷനുകൾ ഉണ്ടാക്കി, 5800 സൊസൈറ്റികൾ രജിസ്റ്റർ ചെയ്തു. തെങ്ങ് കർഷകരുടെ വലിയ സംഭവമായിരുന്നു, സർക്കാർ വാഗ്ദാനമായിരുന്നു. ഒരു തെങ്ങിൽ സർക്കാർ വാഗ്ദാനം എന്തായിരുന്നു? ഒരു തെങ്ങിൽ നിന്ന് പ്രതിമാസം 1500 രൂപ വരുമാനം നീര വഴി. ഒരു തെങ്ങിൽ നിന്ന് ഒരു വീട്ടിൽ 5 സെന്റ് 10 സെന്റ് ഉള്ള ഒരു വീട്ടിൽ 5 തെങ്ങല്ലേ 10 തെങ്ങുണ്ടെന്ന് വിചാരിക്കുക, വീട്ടിലെ ചുറ്റുവട്ടത്ത് പറമ്പിൽ. അപ്പോൾ ഒരു തെങ്ങിൽ നിന്ന് 1500 രൂപയാണെങ്കിൽ ഒരു മാസം 5 തെങ്ങുണ്ടെങ്കിൽ എത്രയായി? 7500 രൂപ വരുമാനമായില്ലേ? 10 തെങ്ങുണ്ടെങ്കിൽ എത്രയായി? 15000 രൂപ വരുമാനം കിട്ടില്ലേ? ഇതായിരുന്നു വാഗ്ദാനം. എന്നിട്ട് എന്തായി? അവസാനം തേങ്ങാ കൊല മാത്രമായി പ്രോജക്റ്റ്. ഇപ്പം എന്തായി? ഇതിലെ സൊസൈറ്റികളും കമ്പനികളും ഉപയോഗിച്ചവരും സംരംഭകരും നിക്ഷേപിച്ചവരും എല്ലാം ഇപ്പൊ കടക്കണിയിലായി കിടക്കുകയാണ്. ഇതാണ് കേരളത്തിൻ്റെ നീരചരിത്രം. നമ്മളൊന്നും പഠിക്കില്ല. അതാണ് ഞങ്ങൾ പറയുന്നത്. ഇവിടുത്തെ കൃഷി വകുപ്പുണ്ടല്ലോ, ഈ കേരളത്തിൻ്റെ ഇത്രയും കാലം കൃഷിയെ നോക്കിയ കൃഷി വകുപ്പ് ആദ്യം പിരിച്ചുവിടണം. ഈ ഉദ്യോഗസ്ഥ ലോബി ഉണ്ടല്ലോ, എന്നിട്ട് ഇതിനെ എങ്ങനെ ജനകീയമാക്കാൻ പറ്റും കൃഷിയെ എന്നുള്ളതിൻ്റെ ഒരു പാഠം ഇതിൽ നിന്ന് കേരളം പഠിച്ചാൽ നന്നായിരിക്കും. തേങ്ങ കൊല മാത്രം പിടിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. തേങ്ങ ഉണ്ടാവണം, തേങ്ങയ്ക്ക് വില കിട്ടണം, തേങ്ങയിൽ നിന്നും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കണം എന്ന് എപ്പോൾ, ആർക്ക്, എപ്പോൾ സാധിക്കും? ഇതൊക്കെ അതാണ് പ്രധാന ചോദ്യം.